ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 29-ാം തിരുവചനം ഇപ്രകാരമാണ് പറയുക: നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയായിട്ടുള്ളവ പറയാതിരിക്കുക. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയായ വാക്കുകൾ പറയാതിരിക്കട്ടെ. തിന്മയായ വാക്കുകൾ എന്ന സ്ഥലത്ത് ഈ ഗ്രീക്ക് മൂലകത്തിൽ നമ്മൾ കാണുക സാപ്രോസ് എന്നാണ്. സാപ്രോസ് എന്ന വാക്കിനർത്ഥം കൊല്ലുന്ന വാക്ക് എന്നാണ്. നമ്മൾ അങ്ങനെ വായിക്കുമ്പോൾ നിങ്ങളുടെ അധരത്തിൽ നിന്ന് കൊല്ലുന്ന വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി, അവരുടെ ഉന്നമനത്തിനായി സന്ദർഭമനുസരിച്ച് അവരോട് സംസാരിക്കുക. അവരുടെ ആത്മീയ ഉന്നമനത്തിന് ഉതകും വിധം സന്ദർഭമനുസരിച്ച് സംസാരിക്കുക. പ്രൈസ് ലോർഡ്. ആദ്യമേ പറഞ്ഞത് നിങ്ങളുടെ അധരത്തിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. രണ്ടാമത് പറയുന്നത് കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നമനത്തിന് ഉതകും വിധം സന്ദർഭമനുസരിച്ച് സംസാരിക്കുക. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അത് സാധ്യമാകണമെന്നില്ല. നമ്മുടെ മനസ്സിനെ മുറിപ്പെടുത്തുന്ന, നമ്മുടെ ആവശ്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന വ്യക്തികളോടൊക്കെ മാനുഷികമായ രീതിയിൽ നമ്മൾ സംസാരിച്ചു പോകും. എൻ്റെ ജീവിതത്തിൽ വളരെ നാളുകളായി 1,00,000 രൂപ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഞാനത് മറ്റൊരാളിൽ നിന്ന് കടമെടുത്ത് കൊടുത്തതാണ് അവർക്ക് വേണ്ടി. വർഷങ്ങളായിട്ടും ആ പൈസ തിരിച്ചു തരില്ല. അവരുടെ കാര്യങ്ങളെല്ലാം ആ പൈസ കൊണ്ട് നടത്തും. അവർ തിരിച്ചു കൊടുക്കത്തില്ല. അത് എനിക്ക് മാത്രമല്ല, എന്നെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവർ പലരുടേതും മേടിച്ചിട്ടുണ്ട്. അവർക്ക് ആർക്കും അത് തിരിച്ചു കൊടുത്തിട്ടില്ല. അവർക്ക് വളരെ അത്യാവശ്യമാണ്, കല്യാണം നടക്കേണ്ട ആവശ്യമാണ് എന്ന് പറഞ്ഞ് ഞാൻ മറ്റൊരാളിൽ നിന്ന് പലിശയ്ക്ക് വാങ്ങിച്ച പൈസയാണ്. പലിശയ്ക്ക് വാങ്ങിക്കുന്നതോ കൊടുക്കുന്നതോ ശരിയല്ല, ഞാനിത് ചെയ്യാറുമില്ല. പക്ഷെ ഇങ്ങനൊരു അവസ്ഥ എത്തിയപ്പോൾ അവർ ചോദിച്ചാൽ ആർക്കും കിട്ടിയല്ല, പെണ്ണിൻ്റെ കല്യാണം നടക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്തു. 5-8 വർഷത്തിലധികമായി ആ പലിശക്കാശ് ഞാനിപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക. അവർ തരുന്നില്ല. അവർക്ക് കൊടുക്കുന്ന ഒരു ശീലമില്ല. ഒരാൾക്കാരെ കളിപ്പിക്കുകയാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ മാനുഷികമായ അവസ്ഥകളൊക്കെ നമ്മളിന്ന് വിട്ടുപോകും. ദേഷ്യപ്പെടും. പറയാത്ത വാക്കുകൾ ഒരു പക്ഷേ പറഞ്ഞു പോയെന്നിരിക്കും. നമ്മൾ ദൈവികമായി അല്ലെങ്കിൽ ദൈവവചനമായി തടിച്ചു നോക്കുമ്പോഴാണ് സന്ദർഭമനുസരിച്ച് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ഏതെല്ലാം സന്ദർഭത്തിൽ പറഞ്ഞാലും ഇവർക്ക് യാതൊരു കുലുക്കവും ഇല്ല. അവിടെയൊക്കെ നമ്മൾ പതറിപ്പോകുന്ന ദൈവവചനം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പതറിപ്പോകാറുണ്ട്. തിരുവചനം നമ്മോട് പറയുന്നത് ഇപ്രകാരമാണ്. അതിനായി നമുക്ക് ശ്രമിക്കാം. ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മേലും ആത്മാന ചൈതന്യം കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക്